അമ്മയേറിച്ച് ബ്ലോഗിലേക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. നമ്മളിന്ന് കാണുന്ന അടിപൊളി ഒരു വീടാണ്, അപ്സ്റ്റെയർ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ണൂർ വെട്ടുകല്ല് കൊണ്ട് തീർത്ത വീടാണ്. നമുക്ക് അതിൻ്റെ പോർഷനാണ്. നമുക്കിതിൽ 11.5 സെൻറ്റ് സ്ഥലം ഉണ്ടെന്നാണ് ഓണർ പറഞ്ഞത്. 11.5 അല്ല, 13 സെൻറ്റോളം ഉണ്ട്. ആധാരത്തിൽ 11 സംതിങ് ആണ് കാണിക്കുന്നത്. അത് 2 പോർഷനായിട്ടാണ്. നമ്മൾ വീട് നിൽക്കുന്ന 6 സെൻറ്റും വീടും വേണമെങ്കിൽ അങ്ങനെ തരാം. അതല്ല, ഇത് ഇൻക്ലൂഡിംഗ് ആയിട്ട് മൊത്തത്തിലാണെങ്കിൽ അങ്ങനെയും തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രണ്ടിനും 2 വിലയാണ്. മൊത്തത്തിൽ എടുക്കുന്നവർക്ക് നമുക്കിപ്പോൾ പി കെ ദാസ് ഹോസ്പിറ്റലൊക്കെ അടുത്താണ്. ഡോക്ടർമാർക്കോ ഒക്കെ വേണമെങ്കിൽ ക്ലിനിക്കോ കാര്യങ്ങളോ ഇടാൻ പറ്റുന്ന രീതിയിലാണ്. നല്ലൊരു ഇതാണ്. വീടായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, അവരുടെ ഒരു കൺസൾട്ടിങ് റൂമായിട്ടും യൂസ് ചെയ്യാം. അഡ്വക്കേറ്റുമാർക്കോ ആർക്കെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പർപ്പസ് ഉള്ള ഒരു ഏരിയ ആണ്. എല്ലാ ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ 1-2 പെട്രോൾ പമ്പുകൾ, എല്ലാവിധ ഹൈപ്പർ മാർക്കറ്റ്, എല്ലാവിധ സൗകര്യങ്ങളോടെയുള്ള ഒരു സ്ഥലമാണ് നമുക്കിപ്പോൾ വാണിയംകുളം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ വരുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ കണ്ണൂർ നിന്ന് കൊണ്ടുവന്ന കണ്ണൂർ വെട്ടുകല്ലാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് കൂടാതെ സൊമാനിയ ടൈൽസാണ് ഇതിൽ ഒട്ടുമുക്ക ഭാഗങ്ങളും യൂസ് ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നമുക്ക് കാണാം. അതേമാതിരി കിണർ, നമുക്ക് കോമ്പൗണ്ട് വാളൊക്കെ ഫുൾ കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കള പൂന്തോട്ടമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. വേസ്റ്റേജിനുള്ള സെപ്പറേറ്റ് ഒരു 4 അടിയുടെ അടുത്തുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ട്, റിങ് ഇറക്കിയിട്ടുണ്ട്. അത് കൂടാതെ കിണറൊക്കെ പറ്റാത്ത കിണറാണ്. നമുക്കൊരു 8-10 കോലിൽ വെള്ളം നിറയെ നിൽക്കുന്ന നമുക്ക് കാണാം. അതേമാതിരി ഇതിൽ വന്നിട്ട് നമുക്ക് സേഫ്റ്റി ടാങ്ക് ഉണ്ട്, കൊട്ടത്തളം നമുക്ക് കാണാം. പിന്നെ വന്ന് ഇതിൽ നമുക്ക് തേക്ക് വുഡാണ് മാക്സിമം ചെയ്യുന്നത്. മാക്സിമം അല്ല, മൊത്തം തേക്ക് വുഡിൻ്റെ കാതൽ കൊണ്ടുള്ളതാണ്. അത് അവരുടെ ഒരു നല്ല പറയിപ്പിച്ച് ചെയ്തതാണ്. ആളുടെ മകൾക്ക് വേണ്ടി ചെയ്ത ഒരു വീടാണ്. അപ്പോൾ ഇത് അങ്ങനെ ഒരു വിൽപ്പനയ്ക്കുള്ള രീതിയിൽ ചെയ്യുന്ന രീതിയിലല്ല ഇതിൻ്റെ വർക്കുകൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിപ്പോൾ തേക്കിൻ്റെ കാതലൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇതെല്ലാം കാതൽ ഇതുള്ളതാണ്. നമുക്ക് ഇതിൽ ഫ്രണ്ടിൽ നല്ലൊരു ഹാള് കാണുന്നുണ്ട്. മൊത്തത്തിലെല്ലാം ജനല്, അതായത് കട്ടില, വാതിലുകളെല്ലാം ഒക്കെ തേക്ക് വുഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. കാതിൽ ഉള്ള ഇതാണ് ചെയ്തേക്കുന്നത്. അതിൽ ചില ഫ്രെയിം മാത്രം വന്നിട്ട് നമുക്കതിൽ പ്ലാവിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്. പ്ലാവിൻ്റെ ഇത് ചട്ടത്തിൻ്റെ ഉള്ളിലുള്ളത് ഹാൻഡ് ഡ്രില്ല് ചെയ്തേക്കുന്നുണ്ട്. അതേമാതിരി ഇവിടെ നമുക്ക് ഡൈനിങ് ഹാളാണ്. പിന്നെ നമുക്ക് കിച്ചൺ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ഉള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ഞ നമ്മളെ കാതൽ, മറ്റേ പ്ലാവിൻ്റെ കാതലാണ് ഇത് കൊടുത്തേക്കുന്നത്. ഉൾച്ചട്ടം വന്നിട്ട് ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം, വൺ സെറ്റിൻ്റെ വെസ്റ്റേൺ മോഡല് ക്ലോസറ്റൊക്കെ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്. അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് റൂം തന്നെയാണത്. 2 സൈഡിലും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അലമാര, അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. പാരിവെയറിൻ്റെ ഇതാണ്, 1 സെറ്റാണ് കൊടുത്തേക്കുന്നത്. 5 വർഷത്തെ വാറൻറ്റി ഒക്കെ ഉള്ളതാണ്. പിന്നെ ഇവിടെ നമുക്ക് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. സൊമാനിയ ടൈൽസാണ് നമുക്ക് എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. ഡൈനിങ് റൂമിൻ്റെ പോർഷനാണ്, ഡൈനിങ് ഹാളിൻ്റെ പോർഷനാണ്. അതേമാതിരി കിച്ചൻ്റെ പോർഷൻ ഇതാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് തേക്കിൻ്റെ ഇതിൽ പണിത കട്ടില ജനലാണ് കാണാൻ കഴിയുന്നത്. വാർണിഷ് അടിച്ച രീതിയിലാണ്. കിച്ചൻ്റെ പോർഷനാണ്, കിച്ചൺ സിങ്ക് കാര്യങ്ങൾ. കൂടാതെ നമുക്കിതിൽ വർക്ക് ഏരിയ ഉണ്ട്, എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നമുക്ക് വാഷ് ബേസിൻ്റെ പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ക്ലോസറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഇവിടെ ബോക്സ് വെച്ചേക്കുന്ന നമുക്ക് ഡിറ്റർജൻറ്റ് പൗഡറോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു സോപ്പ് ഓയിലോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു ഇതാണ്. പുറത്തേക്ക് നമുക്കൊരു കൊട്ടത്തളം ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഒരു പാത്രം കഴുകാനുള്ള. അത് കൂടാതെ ഇവിടെ ഒരു കോമൺ ബാത്റൂം, സർവൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു
പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. വാഷ്റൂമും കൂടെ ചേർത്തിട്ടുള്ളതാണ് രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്കുള്ളൊരു വ്യൂ കാണാം. അപ്സ്റ്റെയറിൽ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. പിന്നെ ഓപ്പൺ ടെറസ് ഉണ്ട്, ബാൽക്കണി ഉണ്ട്. ഇതെല്ലാം സ്റ്റെപ്സ് ഒക്കെ നല്ല രീതിയിലാണ്, സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പണിയാണ്. നല്ലൊരു ഗ്രിപ്പിംഗ് സെൻസേഷനാണ് നമുക്ക് വരുന്ന കാലിലൊക്കെ ചവിട്ടി കയറുമ്പോൾ തന്നെ. ഇവിടുന്ന് സ്ട്രെയിറ്റ് നമുക്കൊരു റൂം കാണാം. ഇവിടെ ചേർന്നിട്ട് തന്നെ ബാത്റൂം. അറ്റാച്ച്ഡ് എന്ന് പറയാൻ പറ്റില്ല, അടുത്ത് തന്നെയാണ്. എന്നാൽ അറ്റാച്ച്ഡിൻ്റെ റൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് മുകളിൽ 2 അങ്ങനെ കൊടുത്തേക്കുന്നത്. വലിപ്പമുള്ള റൂം തന്നെയാണ്. ഇവിടുന്ന് നമുക്ക് റോഡിന്റെ വ്യൂ ഒക്കെ കാണാം. ഈ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിൽ നിന്നും കാണാം. അതും ബാൽക്കണിയോട് ചേർന്നിട്ട് തന്നെയാണ്. ഇത് നമുക്ക് ഇവിടുത്തെ ബാത്റൂമാണ്. 1 സെറ്റാണ്, കാരിവെയറിൻ്റെ ആണ്. 5 വർഷത്തെ വാറന്റി ഉള്ള സാധനം തന്നെയാണ്. ഇതിൽ എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റും വാഷ് ബേസിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വൺ സെറ്റ് ക്ലോസറ്റാണ്, യൂറോപ്യൻ ക്ലോസറ്റ്. ഇവിടെ നമുക്ക് റൂമാണ്, അതിനോട് ചേർന്നിട്ടാണ് ബാൽക്കണി വരുന്നത്. ഒരു ഹ്യൂജ് റൂംസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അലുമാര ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല വലുപ്പത്തിലുള്ള ഒരു റൂമാണ്. നമുക്ക് ബാൽക്കണി പോർഷൻ ഒന്ന് കാണാം. ഇവിടെ നമുക്ക് ഹാൻഡിൽ വെച്ച് ഗ്ലാസ് ചെയ്തിട്ടാണ് നമുക്ക് ബാൽക്കണി കൊടുത്തേക്കുന്നത്. അടുത്തെല്ലാം വീടുകളുണ്ട്. നമുക്ക് കുറച്ച് ഫ്രണ്ട് പോർഷനിൽ മാത്രം കുറച്ചൊരു സ്ഥലം കുറച്ച് കാടുകൾ ഇപ്പം നിൽക്കുന്നുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കാടുകൾ നിൽക്കുന്നുണ്ട്. അത് വെട്ടിയ അടുത്തൊക്കെ നിറയെ വീടുകളാണ്. നല്ലൊരു ഏരിയയും കൂടിയാണ്, സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് റോഡ് സൈഡൊക്കെ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ മൊത്തം 11 സംതിങ് ആണ് സ്ഥലം വരുന്നത്. നമുക്ക് 6 സെന്റ് സ്ഥലവും വീടും കൂടി വേണമെങ്കിൽ നമുക്ക് ഓണർ ഉദ്ദേശിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. നമുക്ക് ഇവിടുന്ന് അനങ്ങന്മലയൊക്കെ കാണാം, എക്കോ ടൂറിസം അനങ്ങന്മലയൊക്കെ കാണാം. അതേമാതിരി മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 65 ലക്ഷം രൂപയാണെന്നാണ് പറഞ്ഞേക്കുന്നത് മൊത്ത സ്ഥലവും. അപ്പോൾ ഏകദേശം 13 സെന്റ് വരും. ആധാരത്തിൽ 11 സംതിങ് ആണ് വരുന്നത്. 1400 സ്ക്വയർ ഫീറ്റാണ് വരുന്നത് നമുക്ക് വീട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞ് ഇപ്പം മുകളത്തെ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഓപ്പൺ ടെറസും കൂടി മാത്രമാണ് കാണാനുള്ളത്. ഫുൾ ഞാൻ പറഞ്ഞല്ലോ, തേക്കൂട്ടിൻ്റെ അല്ലാത്തൊരു സൺറൂഫൊക്കെ നമുക്ക് കാണാം. നമുക്ക് കണ്ടംപററി സ്റ്റൈലിലാണ് കൊടുത്തേക്കുന്നത്. അതിൽ ഗ്ലാസ് ഒക്കെ ഇട്ടേക്കാണ്. നല്ല വെളിച്ചം കയറുന്ന രീതിയിലാണ്, വായുസഞ്ചാരമൊക്കെ വരുന്ന രീതിയിൽ നല്ല വാസ്തുപ്രകാരമാണ് വീട് കെട്ടിയിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടുള്ളൊരു വീടാണ്. ഇതാണ് ഓപ്പൺ ടെറസ് പോർഷൻ.
അടുത്തൊക്കെ വീടുകളുണ്ട്. ഒരു സൈഡ് നമുക്ക് ഗ്രില്ല് കൊടുത്തേക്കുന്ന പാരപ്പറ്റിൽ, മുകളിലേക്ക് നമുക്ക് ടാങ്കിന്റെ പോർഷനൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗമാണ് നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് വരുന്നൊരു വ്യൂ. നമുക്ക് ഇവിടെ ഒരു ചെറിയ പോർഷൻ മാത്രം ഒരു തേക്ക് വുഡിന്റെ ഒരു ഈ ഒരു കട്ടള മാത്രം, ഈ ഒരു വാതിലിന്റെ കട്ടള മാത്രം തേക്ക് വുഡ് അല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം തേക്ക് വുഡിൻ്റെയാണ്. തേക്ക് വുഡും പ്ലാവും ഉണ്ട്. ഈ ഒരു ഫ്രെയിം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം തേക്കിൻ്റെ ഇതാണ് ചെയ്തേക്കുന്നത്. നല്ലൊരു വാസ്തുപ്രകാരവും നല്ലൊരു ഡിസൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് കിണർ, ഓപ്പൺ കിണർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി പൈപ്പ് ലൈൻ ആണെങ്കിലും ഇതിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ജലനിധിയുടെ ഇതും വരുന്നുണ്ട്. നമുക്ക് അടുത്തൊക്കെ വീടുകളിലാണ് കാണുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. പിന്നെ നമുക്ക് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാവുന്നത് നോക്കിയാൽ ഇത് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞ്. ഇനി നമുക്ക് ഈ തേക്കിൻ്റെ കാതൽ വെച്ച് ആണ് പണിതേക്കുന്നത്. അപ്പോൾ ആരോമൽ സൈനിങ് ഓഫ്.